അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളതിലാണ് മൊറാലിറ്റി വരുന്നത്. ഒരാണും പെണ്ണും അതിപ്പോ ഏത് റിലേഷൻഷിപ്പ്. ഹായ് ഗൈസ്, അപ്പം നമ്മുടെ ഗബ്രയുടെ ഒരു ഇന്റർവ്യൂ ഞാനിപ്പോൾ കണ്ടായിരുന്നു. ഞാൻ പാതി മുക്കാലും കണ്ടു കഴിഞ്ഞ് പിന്നെ കാണണമെന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് കുറച്ചും കൂടി ഇരുന്ന് കണ്ട് അങ്ങനെ മൊത്തം കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ അതിനകത്തെ കമൻസും കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിച്ചു, ഭയങ്കര പോസിറ്റീവാണ് കേട്ടോ എല്ലാവരും. കാരണം നമ്മുടെ ജാസ്മിനെ എന്താ പറയണ്ടേ, അയാൾ കൈവിട്ടില്ലല്ലോ എന്ന് വെച്ചാൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അത് നല്ല അടിപൊളിയായിട്ട് ഗബ്രി കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പം അതിൻ്റെ ഇടയില്ല ഒരു എക്സാമ്പിളും കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. അതിലോട്ട് എനിക്ക് അത്ര ഇത് യോജിപ്പ് വന്നില്ലായിരുന്നു. അപ്പം ഞാനിത് കണ്ടപ്പോഴാണ് നമ്മുടെ വി ഹെയർ പുള്ളിയുടെ യൂട്യൂബിൽ അദ്ദേഹം ആ മെയിൻ സാധനം എടുത്ത് റിയാക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ പിന്നെ അതേ തന്നെ ക്ലിപ്പ് ഞാനും ഒന്ന് കുറച്ച് ക്രോപ്പ് ചെയ്ത് അങ്ങ് എടുത്തിട്ട് അപ്പം ഞാനും അതിനെക്കുറിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് സംസാരിക്കാമെന്ന് കരുതി. അപ്പം നമുക്ക് ക്ലിപ്പിലോട്ട് പോകാം ആദ്യം. ഏറ്റവും കൂടുതൽ പുറത്ത് ചർച്ച ചെയ്തിട്ടുള്ള പോയിന്റ് ജാസ്മിന് ഇത്രയും ക്ലാരിറ്റി ഉള്ള ആളാണെങ്കിൽ, അല്ലെങ്കിൽ ജാസ്മിന് പുറത്തൊരു പറഞ്ഞ എൻഗേജ്ഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ ജാസ്മിന് എന്തുകൊണ്ട് ഈ പറഞ്ഞ ഒരു ക്ലാരിറ്റിയുടെ കുറവിനെ കുറിച്ച് ജാസ്മിൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഒരു ബോർഡർ ഞങ്ങൾ വെച്ചേക്കണം എന്നുള്ളത്. ശരിക്കും എന്താണ് അത്? അന്ന് ലാലേട്ടൻ്റെ എപ്പിസോഡ് സമയത്ത് ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടായി. ലാലേട്ടൻ കുറെ കാര്യങ്ങൾ സംസാരിച്ചല്ലോ. അപ്പം അൻസിബ ഒരു മറുപടി പറഞ്ഞത്, പുറത്തൊരാൾക്കൊരു കാര്യം വാക്ക് കൊടുത്തിട്ട് വന്ന ആൾക്ക് ഒരിക്കലും എന്താ പറയണ്ടേ, ഇവിടെ ഇതിൻ്റെ ക്ലാരിഫൈ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ആ എപ്പിസോഡ് കാണുന്നവർക്ക് അത് മനസ്സിലാവും സത്യത്തിൽ. അപ്പം ആ ഒരു ഇതാണ് സത്യത്തിൽ ചോദിച്ചത്. പക്ഷെ ഇതിന് കറക്റ്റ് മറുപടി പുള്ളിയുടെ രീതി പുള്ളി കൊടുക്കുന്നുണ്ട്. നിങ്ങളൊന്ന് കണ്ടു നോക്ക്, അപ്പം മനസ്സിലാവും. സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. രണ്ട് സിമിലർ മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരെ ഒരു പ്രഷർ സിറ്റുവേഷനിൽ ഇട്ടാൽ ഓപ്പോസിറ്റ് സെക്സിലുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള സിമിലർ മെന്റാലിറ്റി ഉള്ള പെട്ടെന്ന് കണക്ട് ആവാൻ സാധ്യതയുള്ള ആളുകളാണെങ്കിൽ ഹ്യൂമൻ ബോഡി റിയാക്ട്. ഗബ്രിയുടെ മറുപടി നിങ്ങൾ കേട്ടാണല്ലോ. ഒരാണും പെണ്ണും എനിക്ക് സത്യത്തിൽ അത് നല്ല കാണാൻ കൊള്ളാവുന്ന ഇച്ചിരി അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പെണ്ണടുത്ത് വന്ന സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ, അത് മീൻസ് അയാൾ ഫുഡിനെ വെച്ച് തന്നെ അതിനെ കമ്പയർ ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ. നല്ലൊരു ഫുഡ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെടുത്ത് എന്താ പറയുക കഴിക്കുമോ ഇല്ലയോ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഞാൻ ആലോചിക്കും, ഗബ്രി ഇപ്പോൾ ഒരാളെന്ന് പറഞ്ഞാൽ ഗബ്രിയെ ഒക്കെ ബിഗ് ബോസിൽ മാത്രമല്ല പുറത്തുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഭയങ്കര ഡിസിപ്ലിൻ, ഭയങ്കര ഡിസിപ്ലിനാണ് കേട്ടോ. അദ്ദേഹം തന്നെ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ആലോചിക്കുന്നത്, ജാസ്മിന് മീൻസ് ഓക്കെ, ജാസ്മിൻ കാണിക്കുന്ന കുറെ കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? കാലെടുത്ത് പൊക്കുന്നു, നഖം കടിക്കുന്നു, ഓക്കെ, എപ്പം നോക്കിയാൽ പിന്നെ അതൊക്കെ അറിയാമല്ലോ. ആ കാര്യങ്ങളൊക്കെ അറിയാലോ. ഒരു കാര്യം എവിടെ എന്ത് സംസാരിക്കണമെന്ന് നേരെ ചോദിക്കാൻ അറിയാത്ത ഒരു ടീമാണ് ജാസ്മിൻ. അത് അവന് നല്ല രീതിയിൽ അറിയാം. നമ്മളൊരു ഷോയിലാണ് വന്നത്. ഗബ്രിയൻ ആ ഇന്റർവ്യൂ പറയുന്നുണ്ട്, ആ ക്യാമറ ഇപ്പം ഏതൊക്കെ ക്യാമറ ഏതൊക്കെ രീതി പോകുന്നുണ്ട് എല്ലാം എനിക്ക് നല്ല രീതിയിൽ അറിയാം. എനിക്കിതിനെക്കുറിച്ചൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ക്യാമറയുടെ കാര്യത്തിലൊക്കെ. അപ്പം ഞാനും ഒരാളും കൂടെ അവരേക്കുമ്പോൾ 4 ക്യാമറ ഞങ്ങളെ ഇങ്ങനെ ഫോക്കസ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം പുറത്ത് പോവാറുണ്ട് എന്നുള്ളത്. നിങ്ങൾ ആ ഇന്റർവ്യൂ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എൻ്റെ സംസാരവും കാര്യങ്ങളൊക്കെ. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കി അവിടെ എന്താ ഒന്നെങ്കിൽ എന്താ പറയണ്ടേ, ചിലപ്പോൾ സത്യമാവാം, ചിലപ്പോൾ അതൊരു ഡ്രാമയാവാം, ചിലപ്പം ഓക്കെ. പിന്നെ അതും പറയുന്നുണ്ട്. വേറൊരു കാര്യം കൂടെ എടുത്തു പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇത് എഗ്രിമെന്റിൽ ഇങ്ങനെ പ്രേമിക്കാൻ പാടൊന്നുമില്ല, നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള ഇതെടുക്കാം, ഗെയിം പ്ലാൻ എടുക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ബാക്കിയും കൂടെ നമുക്ക് കേട്ടു നോക്കാവേ. ഹൃത്തിക് റോഷനെ കണ്ടിട്ടുണ്ടെങ്കിൽ അട്രാക്ഷൻ തോന്നാതിരിക്കില്ലല്ലോ. നല്ലൊരു സാധനം കണ്ടാൽ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഭക്ഷണം കണ്ടാൽ നമുക്ക് ആഗ്രഹം തോന്നും. ഞാൻ ഭക്ഷണം ഒരു മനുഷ്യനെ ഇത് ചെയ്യാല്ല, ഞാൻ അതിന്റെ ബേസിക് ഐഡിയ പറയണം. നമ്മുടെ ഉള്ളിൽ ഉള്ള ഹോർമോൺസ് ആണ് നമുക്ക് വരുന്ന ഫീലിങ്സിനെ കാണുന്നത്. ഇതിന് എന്താ പറയണ്ട, വളച്ചൊടിച്ചൊരു നല്ലൊരു മറുപടി അറിയണ്ട. നമുക്ക് സ്ട്രെയിറ്റ് ഒരു സാധാരണപ്പെട്ട ഒരുത്തൻ സംസാരിക്കുന്നു, ഞാനായിട്ട് തന്നെ സംസാരിക്കാം. ഞാനിപ്പോൾ ആ BB ഹൗസിലാണ് ഇരിക്കുന്നത്. എന്നോട് ഗബ്രി ഈ കാര്യം പറഞ്ഞെങ്കിൽ ചിലപ്പോൾ ആ ഇന്റർവ്യൂ ഇല്ല, ഞാൻ കൊടുക്കുന്ന മറുപടി എന്ന് പറഞ്ഞാൽ, ഗബ്രി കല്യാണം കഴിച്ചു. ഗബ്രിയുടെ ഭാര്യ ബിഗ് ബോസിലോട്ട് പോകുന്നു. അവിടെ ഋത്തിക് റോഷന്റെ കൂട്ടിരിക്കുന്ന നല്ല അടിപൊളി ഒരു പയ്യൻ ഞാൻ തന്നെ. ഞാൻ അവിടെ ആയിട്ട് കണക്ഷൻ ആവുന്നു, സെറ്റ് ആവുന്നു, മീൻസ് ലവ് ട്രാക്ക് വലിക്കുന്നു, കിസ് ചെയ്യുന്നു. ഗബ്രിയുടെ റിയാക്ഷൻ എന്തായിരിക്കും? പറയൂ ഗബ്രിയുടെ റിയാക്ഷൻ എന്തായിരിക്കും? എല്ലാവരും അങ്ങനെയാണെന്ന് വിചാരിച്ചു. ഓക്കെ, എല്ലാവർക്കും ഫീലിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവുമായിരിക്കും. അത് ഞാനല്ല പറയണ്ടേ, ഇതിന് ഈ കാണുന്നവരായിരിക്കും അതിൻ്റെ കമൻറ്റും കാര്യങ്ങളൊക്കെ ഇടണ്ട. നമ്മളായിട്ട് ആരോടൊന്നും പറയാനൊന്നും പോകുന്നൊന്നുമില്ല. പക്ഷെ ചില കാര്യങ്ങൾ ഇങ്ങനെ ഗബ്രി എന്ന് പറയുന്നത് ബിഗ് ബോസ് അല്ല, ബിഗ് ബോസ് കഴിഞ്ഞ് ഗബ്രി ഇതിങ്ങനെ വളച്ചു കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു പോയിന്റ് കൊണ്ട് നിർത്തുമ്പോഴാണ് വിഷയം വരുന്നത്.
ഇപ്പോഴും എനിക്ക് സത്യം പറഞ്ഞാൽ ശരിയാക്കി ഗബ്രി വരുന്നത് ഇത് കേട്ടിട്ട്. ഓക്കെ, നമുക്ക് ബാക്കിയിലോട്ട് പോകാം. ഹോർമോൺസ് വന്നില്ലെങ്കിലാണ് നമുക്ക് എന്തോ പ്രശ്നമുള്ളത്. അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളതിലാണ് മൊറാലിറ്റി വരുന്നത്. ഒരാണും പെണ്ണും അതിപ്പോൾ ഏത് റിലേഷൻഷിപ്പിൽ സ്റ്റാറ്റസിലുള്ളവരാണെങ്കിലും അവർ തമ്മിൽ കാണുമ്പോൾ അട്രാക്ഷൻ ഫീൽ ചെയ്യാനേ പാടില്ല എന്ന് പറയാൻ ഒരിക്കലും പറ്റില്ല. കാരണം അത് നാച്ചുറലി ഓർഗാനിക്കലി നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അതിനെ കൺട്രോൾ ചെയ്യുമ്പോൾ അതാണ് നമ്മുടെ കോൺഷ്യസ്നെസ്, അതാണ് മൊറാലിറ്റി. അതായത് എനിക്ക് ഇങ്ങനെയുണ്ട്, അപ്പോൾ ഞാനിത് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഇന്ന സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഞാനിത് ഇതിലേക്ക് പോകാൻ പാടില്ല എന്ന് പറയുന്നതാണ് മൊറാലിറ്റി. അത് പറഞ്ഞത് എങ്ങനെയാണ് പെർസ്പെക്റ്റീവ് അത് ആൾക്കാർ പെർസീവ് ചെയ്തിട്ടുള്ളതിലാണ് പ്രശ്നം. സിറ്റുവേഷനിലാണ്, ഒരുമിച്ചാണ്, നമുക്ക് നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, അപ്പോൾ ഇഷ്ടം തോന്നാം. അതുകൊണ്ട് അതിലേക്ക്, പക്ഷേ ഓൾറെഡി നമുക്ക് ഇങ്ങനെ ഒരു സംഭവം മനസ്സിലുള്ളതുകൊണ്ട് അതിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം ഒരു ബൗണ്ടറി വെച്ച് കറക്റ്റായിട്ട് നമുക്കൊരു ക്ലാരിറ്റി നമ്മുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ബേസിക്കലി ഇതിന്റെ അകത്തുള്ളവർ തന്നെയാണ് ഇത് വളച്ചൊടിച്ചിട്ടുള്ളതെന്ന് എനിക്കറിയാം. അകത്തുള്ളവർ വളച്ചൊടിച്ചെന്ന് പറയുന്നു. അപ്പോൾ ഇദ്ദേഹം ഇന്റർവ്യൂ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ആദ്യം വന്ന സമയത്ത് രതീഷ് ഏട്ടനായിട്ടാണ് കണക്ട് ആയത്, പിന്നെ അന്ന് രാത്രി നോറ, ഈ ജാസ്മിൻ ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും തന്നെ ഇവരെ വളച്ചൊടിച്ച് ആ രീതിയിൽ ഒറ്റപ്പെടുത്തുന്നതായപ്പോഴാണ് എനിക്ക് താങ്ങും താങ്ങലായിട്ട് അവൾ മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള രീതിയിലാണ്. പിന്നെ നമ്മൾ ഈ 24/7 കാണാറുണ്ട്. 24 മണിക്കൂർ കണ്ടില്ലെങ്കിൽ ഒരു ദിവസം ഒരു 12 മണിക്കൂറിൻ്റെ അടുത്തെങ്കിലും കാണും. ചിലപ്പം വിട്ടുപോകാറുമുണ്ട്. പക്ഷെ എപ്പിസോഡ് കണ്ടിട്ട് ക്ലിയർ ആക്കുകയും ചെയ്യും. ഞങ്ങൾ അത്ര ഇതൊന്നും അല്ല ഗബ്രി, ആലോചിക്കണം. ജാസ്മിൻ്റെ അച്ഛൻ വന്നതിന് ശേഷമാണ് കുറേ കാര്യങ്ങൾ, ഇപ്പോൾ ഗബ്രി പോലും ചില കാര്യങ്ങൾ അറിയുന്നത്. എനിക്ക് തോന്നുന്നു പുതിയ വയൽക്കാടൊക്കെ വന്നപ്പോഴാണ് വേറെ റിലേഷൻ ആണെന്നുള്ള കാര്യങ്ങളും പുറത്തെ കാര്യങ്ങളൊക്കെ, പുറത്ത് സംഭവിച്ച കാര്യങ്ങൾ അറിയാമല്ലോ. ഇവിടെ ഗബ്രിക്ക് കുഴപ്പമില്ല, ഗബ്രി ഓക്കെ നല്ലൊരു ഫ്രണ്ടായിട്ട് നല്ല ഇതായിട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ജാസ്മിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇനി ഇറങ്ങാൻ കിടക്കുന്നേ ഉള്ളൂ. അവരെന്തൊക്കെ ചെയ്യണം? 23 വയസ്സുകാരിയാണത്. അതെന്തൊക്കെ അനുഭവിക്കാൻ കിടക്കണമെന്ന് ഗബ്രി ഒന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പം എന്ന് വെളുപ്പിച്ചിട്ട് കാര്യമില്ല. കുറേപാട് ചിലപ്പോൾ ജാസ്മിൻ ഫാൻസോ ഗബ്രി ഫാൻസോ ഒക്കെ ചിലപ്പോൾ ആ ഇൻ്റർവ്യൂ പോസിറ്റീവ് കമൻസും കാര്യങ്ങളൊക്കെ ഇടുമായിരിക്കും. പക്ഷേ ഇവിടെ വീട്ടമ്മമാരുണ്ട്. ഈ വീട്ടമ്മമാരെന്ന് പറഞ്ഞ സംഭവമല്ല, അവരെല്ലാവരും ഈ ബിഗ് ബോസ് ഇരുന്ന് കാണുന്നവരാണ്. അവരെ ഒരാളെങ്കിലും ആ കുട്ടീനെ കുറിച്ച് പോസിറ്റീവായിട്ട് ആരും സംസാരിക്കുന്നില്ല. ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ വന്നിട്ട് ഇങ്ങനെ സംസാരിച്ച് വളച്ചൊടിച്ച് തിരിച്ചൊക്കെ ഋത്തിക് റോഷനും അനാർക്കലിയും ഓരോരുത്തവരെയൊക്കെ ആയിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്ത് ഗബ്രിക്ക് അങ്ങ് പോവാം. പറഞ്ഞാൽ മനസ്സിലായോ? ഗബ്രി ശരിക്കും റൗണ്ട് ചെയ്യുന്നുണ്ട് നല്ല രീതിയിലാണ്. പിന്നെ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുമെന്നും പറഞ്ഞിട്ട് ഒന്ന് മനസ്സുറത്തി ചോദിച്ചോടെ ആരെങ്കിലും വെച്ചിട്ടുണ്ടോ, ഇങ്ങനാണോ മറ്റേതാണോ മറിച്ചതാണോ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇപ്പം എൻ്റെ ഒരു കൊച്ചായിരുന്നെങ്കിൽ ഈ ഒരു ഷോയിൽ പോയിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കണം ഉറപ്പാണ് എനിക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ള രീതിയിലാണ്. അത് ബ്രോ നമ്മൾ അനുഭവിക്കണം. എനിക്ക് അനുഭവമുണ്ട്. എൻ്റെ ലൈഫിൽ പല കാര്യങ്ങളൊക്കെ അനുഭവിച്ചു കേട്ടു കണ്ടു ഒക്കെ വന്നപ്പോൾ എനിക്ക് ഒരുപാട് മെൻ്റലി ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കിയിരിക്കും. ആ ഇരിക്കുന്നവൻ്റെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിക്കണം. ഇവിടെ വന്നിങ്ങനെ വെളുപ്പിക്കുമ്പം ഈ ഒരു ഇൻ്റർവ്യൂ അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷേ ഈ ചില കാര്യങ്ങളൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ ഒരു പേഴ്സൺ ഇതാണ് പറയുന്നത്, ഇച്ചിരി ഓവറായിപ്പോയി. അത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ മോശമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞ ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പം ബൈ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. ഓക്കെ, ബൈ.